Hello friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ്. കേക്കിൻ്റെ കൂട്ടത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണിത്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൗഡർ, 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൈദ മൊത്തത്തിൽ 3/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂണാണ് വേണ്ടത്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ്, ഇവയൊക്കെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഒരു 3 തവണ അരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിന് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയും പഞ്ചസാരയൊക്കെ കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് എടുക്കുക, പൊടിക്കാത്തതാണെങ്കിൽ ഒരു 3/4 കപ്പ്. അതിലേക്ക് ഒരു 4 മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലൊരു ക്രീമി ടെക്സ്ചറായി കിട്ടുന്നത് വരെ നമുക്കിത് ബീറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസും. ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്യാം. ജസ്റ്റ് ഇതൊന്ന് മിക്സ് ആയി കിട്ടുന്നത് വരെ മാത്രം ബീറ്റ് ചെയ്താൽ മതി, കൂടുതൽ അങ്ങ് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി ഇങ്ങനെ ഒരു സ്പാച്ചുല വെച്ച് നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം. അതോടൊപ്പം തന്നെ ഒരു 1/4 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അതും കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ടും കൂടെ ഇടവിട്ട് കുറച്ചായിട്ട് ആഡ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ കേക്ക് ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 2 ടിന്നിലായിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. 1/2 kgൻ്റെ 2 ടിന്ന്, അതായത് 6 ഇഞ്ചിൻ്റെ 2 ടിന്നിലായിട്ടാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒന്നിച്ചാണ് ബേക്ക് ചെയ്യേണ്ടതെങ്കിൽ 7 or 8 ഇഞ്ചിൻ്റെ 1 ടിന്നിലായിട്ടും ബേക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 2 ടിന്നിലായിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് അതിൽ എയർ ബബിൾസൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഓവനിൽ വെച്ച് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനൊരു സ്ക്വയർ വെച്ചിട്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലും എയർ ബബിൾസൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോയി കിട്ടും. എന്നിട്ട് ഞാനൊരു 175 ഡിഗ്രിയിൽ 30 to 35 മിനിറ്റ്സ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്ത് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ഇത് എത്ര ലേസായിട്ടാണ് വേണ്ടത് അങ്ങനെ ലേസായി കട്ട് ചെയ്തിട്ട് നമുക്കിത് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. ഇനി ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നതിന് മുന്നേ കേക്ക് വെറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു മിൽക്ക് ഇവിടെ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു സോസ് പാനിലേക്ക് കുറച്ച് ഫ്രഷ് മിൽക്കും അതുപോലെ തന്നെ കുറച്ച് വിപ്പിംഗ് ക്രീമും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ 3-4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ, 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൗഡർ, ഇതൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കണം. അതിനുശേഷം വേണം നമുക്ക് കേക്കൊക്കെ ഒന്ന് വെറ്റ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബൂസ്റ്റ് പൗഡറും കൂടെ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വിപ്പിംഗ് ക്രീമിലേക്ക് കൂടുതലായിട്ട് ഐസിങ് ഷുഗറോ അങ്ങനത്തെ ഒന്നും മധുരമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പം ഇത് ചെറിയ മധുരത്തിൽ മതി എന്നുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ ഐസിങ് ഷുഗറോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യത്തെ ലെയർ കേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. കേക്ക് ഞാനിവിടെ നേരത്തെ ലെയേഴ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലേസായിട്ടാണ് വേണ്ടത് അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മിൽക്ക് ഉണ്ടല്ലോ
അതുകൊണ്ടൊന്ന് ഈ കേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിന് മുകളിൽ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ കുറച്ച് നട്ട്സ് ഒന്ന് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് പിന്നെ കാരമലൈസ്ഡ് ആയിട്ടുള്ള നട്ട്സാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മധുരം കുറക്കാന്നുള്ള ഇതിൽ കാരമലൈസ് ഒന്നും ചെയ്തിട്ടില്ല. നട്ട്സ് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തതാണ്. ഇനി അതിന് മുകളിൽ കുറച്ച് ബൂസ്റ്റിൻ്റെ പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ബൂസ്റ്റിൻ്റെ പൗഡർ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് കേക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് പിന്നെ ഇതിന് മുകളിൽ അടുത്ത ലെയർ കേക്ക് വെച്ചിട്ട് അതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ ക്രീം ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് മൊത്തത്തിൽ എല്ലാ ലെയേഴ്സും വെച്ചിട്ട് ഒന്നത് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്യുന്നതിന് മുന്നേ സൈഡൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ പുറത്തേക്ക് തള്ളിയേക്കുന്ന ഭാഗമൊക്കെ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാം. ക്രം കോട്ട് ചെയ്തിട്ടുള്ള കേക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ അടുത്ത ലെയർ ക്രീം ഇട്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ലെവലാക്കി എടുക്കാം. ഞാനിനി ഈ കേക്കിന് മുകളിൽ സിലിക്കോൺ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒരു ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് അങ്ങ് കൂടുതൽ അങ്ങ് ഷാർപ്പ് അടിച്ചാക്കാൻ നിന്നിട്ടില്ല. നമുക്ക് സിലിക്കോൺ ബ്രഷ് യൂസ് ചെയ്തിട്ട് ആ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ബ്രഷ് ഇങ്ങനെ സൈഡിലേക്ക് വെച്ചിട്ട് നമുക്ക് ടേൺ ടേബിൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് കേക്കിന് മുകളിലും സൈഡിലും ഈ ബ്രഷ് യൂസ് ചെയ്തിട്ടുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കേക്കിന് സൈഡിലായിട്ട് ഒരു ഡ്രിപ്പ് കൊടുക്കാനായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു 1/4 കപ്പ് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം വിപ്പിംഗ് ക്രീമും ചേർത്ത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഡബിൾ ബോയിൽ ചെയ്ത് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. മൈക്രോവേവ് ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗോൾഡിൻ്റെ ഷിമ്മർ കളർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ടാണ്, വളരെ കുറച്ച് മാത്രം ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ഡ്രോപ്പ് വൈറ്റ് കളർ കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വീഡിയോ ഒന്ന് മിസ്സായി പോയിട്ടുണ്ട്. ഇനി ഈ ഗണാഷ് ഒരു ഐസിങ് ബാഗിലാക്കിയിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ടുള്ള കേക്കിലേക്ക് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കസ്റ്റമർ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് ഫോയിൽ പേപ്പറിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ട് അതിൽ കുറച്ച് ഗോൾഡ് പെയിൻ്റ് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഹോം മെയ്ഡായിട്ട് ചെയ്തിട്ടുള്ള ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ, ഈ ഡെക്കറേഷൻ്റെ അതുപോലെ തന്നെ ഈ ഹോം മെയ്ഡ് ഷുഗർ ബോളിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.